ദൈവത്തിന് സ്തുതി. പ്രഭാതകരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1630. ഇന്ന് ജൂൺ മാസം 17-ാം തീയതി 169-ാമത്തെ ദിവസത്തിലെത്തി. ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചിരുന്നു. തന്റെ വിശാലമായ ശിഷ്യ സമൂഹത്തിൽ നിന്ന് പന്തിരുവരെ വേർതിരിച്ച് വിളിക്കുന്നതിന് മുമ്പായിട്ടാണ്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതങ്ങനെ വ്യക്തമാക്കുന്നുണ്ട്. രാത്രി മുഴുവൻ ഒരു മലമുകളിൽ തനിച്ചുള്ള പ്രാർത്ഥന. നേരം വെളുത്തപ്പോൾ മുഴുവൻ ശിഷ്യരെയും അടുത്ത് വിളിച്ചു. അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. ജീവിതത്തിലെ സുപ്രധാനമായ ചില ഘട്ടങ്ങളിലാണ് കർത്താവായ യേശു ഇപ്രകാരം വേറിട്ട് പോയി പ്രാർത്ഥിച്ചതായി സുവിശേഷത്തിൽ വായിക്കാനായിട്ട് കിടപ്പുണ്ട്. ഒന്ന്, മെനക്കെടണം. തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് യേശു 40 ദിവസം മരുഭൂമിയിൽ താമസിച്ച് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് ഗലീലയിൽ ചെന്ന് തന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചത്. കവർണ്ണഹൂമില് ഒരു ദിവസം അതിരാവിലെ യേശു ഒരു നിർജ്ജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചതിന്റെ ശേഷം അടുത്തൊരു പട്ടണങ്ങളിലേക്ക് പോയെന്നാണ് എഴുതപ്പെടുന്നത്. അവിടെയായിരുന്നു തന്റെ വിശാലമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മറുരൂപമലയിലെ പ്രാർത്ഥന കഴിഞ്ഞ് യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യാൻ മനസ്സുറപ്പിക്കുകയാണ്. ഗെത്സമന തോട്ടത്തില് പ്രാണവ്യഥയിലായി പ്രാർത്ഥിച്ചപ്പോൾ താൻ ശക്തി പ്രാപിച്ചു. തുടർന്ന് കുരിശിലെ കഷ്ടപ്പാടും മരണവും ധീരതയോടെ നേരിടുകയാണ്. പന്തിരുവരെ തെരഞ്ഞെടുക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്നതിന് തലേരാത്രി മുഴുവൻ താൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. ആ രാത്രി ഒരുക്കത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദർഭമായിരുന്നു. അത് യേശുവിന്റെ ജീവിതത്തിൽ നിർണായകമായൊരു ഘട്ടത്തിന്റെ ആരംഭവുമായിരുന്നു. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തില് ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. എന്റെ നിങ്ങളുടെയുമൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം സുപ്രധാന കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ നടന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ്, ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മളും ഒന്ന് പ്രത്യേകിച്ച് വേറിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഇതുവരെയും അങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിലും നിരാശപ്പെടേണ്ട. ഇന്നു മുതൽ അപ്രകാരം ഒരു ചിട്ടയിലേക്ക്, ഒരു ആത്മീയ ആചരണത്തിലേക്ക് പ്രവേശിക്കാമോ? 12 സ്ലീഹന്മാരെയും ഒക്കെ അനുസ്മരിക്കുന്ന, സ്ലീഹന്മാരുടെ മധ്യസ്ഥതയിലൊക്കെ അഭയപ്പെടുന്ന ഈ ദിനങ്ങളിൽ അപ്രകാരം നമുക്ക് യേശു സന്നിധിയില് ഏറ്റവും സ്വകാര്യതയിൽ വ്യക്തിപരമായി ഒരു പ്രാർത്ഥനാ ബന്ധം ആരംഭിക്കണം. അതാവശ്യമാണ്. ആമേൻ.